മയിൽപ്പീലിക്കാവ്. പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും മീനാക്ഷിയും ശ്രീഹരിയും അധികം സംസാരിച്ചിരുന്നില്ല. ശ്രീഹരിക്കറിയാം അവൾക്ക് നന്നായി വിഷമമുണ്ടെന്ന്. അതിനേക്കാൾ അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവനറിയാം. പക്ഷെ അവൻ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. അമ്മ വന്നതിന് ശേഷം അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കാമെന്ന് അവനോർത്തു. വിവാഹാൽബം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണവൻ. ശ്രീയേട്ട, അമ്മ നാളെ അവിടുന്ന് തിരിക്കും. ഇന്നുച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞതാണ്. ഓഫീസിൽ നിന്ന് തിരികെ എത്തിയ ശേഷം മീനാക്ഷി വേഗം ശ്രീഹരിയുടെ മുറിയിൽ ചെന്നു. പെട്ടെന്ന് അവളെ മുൻപിൽ കണ്ടതും കയ്യിലിരിക്കുന്ന ആൽബം എവിടെ ഒളിപ്പിക്കണമെന്നറിയാൻ കഴിയാതെ അവൻ വിഷമിച്ചു. അമ്മ എപ്പോഴാണ് വിളിച്ചത്? അവൻ ഒരു തരത്തിൽ ചോദിച്ചു. ഇന്നുച്ചയ്ക്ക്. മറുപടി പറയുമ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ കയ്യിലിരിക്കുന്ന ആൽബത്തിലായിരുന്നു. ആരുടെ ആൽബമാണ് ശ്രീയേട്ട ഇത്? അവൾ അവനെ നോക്കി. ഒന്നും മറച്ചു വെക്കേണ്ടതില്ല ഇനി അവളോടെന്ന് അവന് തോന്നി. അവനത് സാവധാനത്തിൽ അവൾക്ക് നേർക്ക് നീട്ടി. വിറയ്ക്കുന്ന കൈകളോടെ മീനാക്ഷി അത് ശ്രീഹരിയിൽ നിന്ന് വാങ്ങിച്ചു. കണ്ണുകളുടെ കാഴ്ച മറയുന്നത് പോലെ തോന്നി അവൾക്ക്. ശ്രീഹരി വെഡ്സ് ഹിമ എന്ന് വലിയ അക്ഷരത്തിലെഴുതിയ ഒരു കല്യാണാൽബം ആയിരുന്നു അത്. ശ്രീയേട്ടൻ്റെ അരികത്തായി അതീവ സുന്ദരിയായ ഒരു യുവതി പൊന്നിൽ കുളിച്ചാണ് നിൽക്കുന്നത്. അടുത്ത് നിൽക്കുന്നതെല്ലാം പ്രൗഢിയോടുകൂടിയ ആളുകൾ, ഏതൊക്കെയോ വിശിഷ്ട വ്യക്തികൾ, പലതരത്തിലുള്ള ഫോട്ടോസ്. അതിമനോഹരമായ ആ ഫോട്ടോസെല്ലാം നോക്കിക്കണ്ട് മീനാക്ഷി. ശ്രീയേട്ടന് നന്നായി ചേരുന്ന ഒരു സുന്ദരി. മീനാക്ഷിക്കുള്ളിൽ ഒരു സങ്കടപ്പെരുമഴ ആർത്തു പെയ്യുന്നുണ്ടായിരുന്നു. മുഴുവനും കണ്ടതിന് ശേഷം അവളത് മടക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്തൊക്കെയോ അവൾക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ സങ്കടം കാരണം ഒന്നും പുറത്തേക്ക് വന്നില്ല. എവിടെയെങ്കിലും വീണു പോകുമോ എന്നാണ് അവൾ കൂടുതൽ ഭയപ്പെട്ടത്. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യ ഹിമ. കണ്ടില്ലേ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. മീനാക്ഷി ഇവിടെ ഇരിക്ക്. അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ അവളെ തൻ്റെ കട്ടിലിൽ പിടിച്ചിരുത്തി. എന്നിട്ടവൻ മെല്ലെ എഴുന്നേറ്റു. ജനാലയ്ക്കടുത്തേക്ക് ചെന്നു. ആകാശത്ത് കാർമേഘം ഉരുണ്ടു കൂടി വന്നു. ചെറിയ കാറ്റും വീശുന്നുണ്ട്. നല്ല മഴയ്ക്കാണെന്ന് തോന്നുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസവും ഇതുപോലെ നല്ല മഴയായിരുന്നു. അവനതും പറഞ്ഞുകൊണ്ട് ജനാലയെ കൂടി പുറത്തേക്ക് നോക്കി. പണ്ടെൻ്റെ കുട്ടിക്കാലത്ത് മഴയെന്ന് കേട്ടാൽ വലിയ സന്തോഷമായിരുന്നു. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അമ്മയുമായി വാശി പിടിച്ച് നിറയെ ചെറുവള്ളങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് വീടിൻ്റെ അടുത്ത് കാണുന്ന പാടത്തിൻ്റെ നടുക്കുള്ള വലരിയിൽ കൊണ്ടുപോയി ഒഴുക്കും. അപ്പുറത്തെ വീട്ടിലെ ഡെന്നീസും കാണും എനിക്ക് കൂട്ടിന്. ചാറ്റൽ മഴയത്ത് വള്ളം ഉണ്ടാക്കി കളിച്ചിട്ട് ഞാനും ഡെന്നീസും കൂടി വീട്ടിലെത്തുമ്പോൾ അമ്മ നല്ല ചൂടുള്ള പഴംപൊരി ഉണ്ടാക്കി വയ്ക്കും. നമ്മൾ കൗമാരത്തിലെത്തുമ്പോൾ മഴയും കൗമാരക്കാരിയാകും. ഇടയ്ക്ക് ആർത്ത് പെയ്യാൻ വെമ്പി വന്നിട്ട് ഒന്ന് തുള്ളിക്കളിച്ച് ഓടിമറിയും. മീനാക്ഷിയെപ്പോലുള്ള നാട്ടിൻപുറത്ത് വളർന്ന പെൺകുട്ടികൾ കൊലുസിൻ്റെ കൊഞ്ചൽ കേൾപ്പിച്ചുകൊണ്ട് ഓടിമറിയില്ല, അതുപോലെ മഴയോട് എനിക്കെന്നും പ്രണയമായിരുന്നു. ആ മഴയുടെ ശ്രുതി ഞാൻ വെറുത്തുപോയി. അവനിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. ഹയർ സ്റ്റഡീസിന് ഞാൻ ഡൽഹിക്കാണ് പോയത്. ഡൽഹി പോയി MBA ചെയ്ത ശേഷം ഞാൻ നാട്ടിലെത്തി. അച്ഛൻ്റെ കൂടെ ബിസിനസ് സഹായിച്ചുകൊണ്ട് കുറച്ചു കാലം ഇവിടെ നിന്ന ശേഷം പുറത്തേക്ക് പോകാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാനും അച്ഛൻ്റെ ഒപ്പം പോകാൻ തുടങ്ങി. ഒരുപാട് ശത്രുക്കൾ അച്ഛന് ചുറ്റുമുണ്ടെന്ന് അച്ഛൻ്റെ ബിസിനസ് രംഗത്തേക്ക് ഞാൻ കൂടി പ്രവേശിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യമൊക്കെ എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. അമ്മയോട് ഞാനിതൊക്കെ വന്ന് പറയുമ്പോൾ അമ്മയ്ക്കും പേടി. അച്ഛനോട് എന്നും മത്സരം ഉണ്ടായിരുന്നത് തെക്കയിൽ പ്രഭാകരൻ മേനോൻ എന്ന മറ്റൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയ്ക്കായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സർവനാശത്തിനും കാരണക്കാരൻ. ഞങ്ങൾ തോറ്റുപോയതും അയാളുടെ മുൻപിൽ മാത്രമാണ്. ഞങ്ങളുടെ സർവനാശത്തിനും കാരണക്കാരൻ. ശ്രീഹരിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കൊരു ദിവസം അച്ഛനും ഞാനും കൂടി രാത്രി കാറിൽ വരുമ്പോൾ
വഴിയിലൊരു കാർ ആക്സിഡൻ്റായി കിടക്കുന്നു. നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവളുടെ ബോധം മറിഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒന്നും നോക്കാതെ കൊണ്ട് വേഗം ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത്ര കണ്ട് പരിക്കുകളൊന്നുമില്ലായിരുന്നു. പക്ഷേ വണ്ടി ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ അവൾ ബോധം കെട്ടു പോയതാണ്. എന്നാലും അവളുടെ വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും ഏൽപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ആ പെൺകുട്ടി അഡ്രസ്സ് പറഞ്ഞു തന്നപ്പോഴാണ് അറിയുന്നത് അത് പ്രഭാകര മേനോൻ്റെ മകളാണെന്നുള്ള കാര്യം. പിന്നീട് അവരെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചത്. കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. ആക്സിഡൻ്റ് ആയപ്പോൾ ഇവിടെ എത്തിച്ച കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. പതിവ് പോലെ ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ആ ഞായറാഴ്ച ഞങ്ങൾക്ക് കുറച്ച് അതിഥികൾ വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് അതിഥികൾ. പ്രഭാകര മേനോനും ഭാര്യയും അയാളുടെ മകനും മരുമകളുമായിരുന്നു. വളരെ സ്നേഹത്തോടെയായിരുന്നു അവരുടെ പെരുമാറ്റമൊക്കെ. കൂടുതൽ അസ്വാഭാവികതയൊന്നും അതിൽ തോന്നിയതുമില്ല. പിന്നീട് ഞങ്ങളുടെ ശത്രുത കുറഞ്ഞു വന്നു. ഒരു തവണ അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ പോയി. എന്നെ ഒരുപാട് നിർബന്ധിച്ചു. എങ്കിലും ഞാൻ എന്തോ അവിടേക്ക് പോയില്ല. ഹിമയെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടം. അത്ര നല്ലൊരു അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി. ആര് കണ്ടാലും ഒറ്റ നോട്ടത്തിൽ അവളോട് താല്പര്യം തോന്നും. അമ്മയാണ് എനിക്ക് വേണ്ടി ഹിമയെ ആലോചിച്ചത്. അത് കേൾക്കേണ്ട താമസം അവർക്കും സമ്മതം. പക്ഷെ ഹിമ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ലായിരുന്നു. ലണ്ടനിലൊക്കെ പോയി പഠിച്ചതുകൊണ്ടാവാം അവൾ ഒരു തൻ്റെ ഇടം നിറഞ്ഞ പെൺകുട്ടിയാണ്. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അവളുടെ അഹങ്കാരം വ്യക്തമാക്കുന്നതായിരുന്നു. ഞാനത് അമ്മയോടൊന്ന് സൂചിപ്പിച്ചു. അതൊക്കെ വിവാഹശേഷം മാറിക്കൊള്ളുമെന്നാണ് അമ്മയുടെ മറുപടി. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടന്നു. ഒരു ദിവസം അച്ഛൻ നഗരത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്ലോട്ട് എൻ്റെ പേരിൽ മേടിച്ചു. അതിലൊരു ഹൈപ്പർ മാർക്കറ്റ് പണിയുവാനായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പ്രഭാകര മേനോൻ്റെ മകൻ മിഥുൻ പലതവണ നോക്കി വെച്ചതായിരുന്നു ആ പ്ലോട്ട്. കല്യാണത്തിന് 2 ദിവസം മുൻപാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. മിഥുനും പ്രഭാകര മേനോനും കൂടി അച്ഛനെ സമീപിച്ചു. ആ പ്ലോട്ട് മിഥുന് നൽകണമെന്നായിരുന്നു അവർ മുൻപോട്ട് വെച്ചത്. അച്ഛൻ പക്ഷേ സമ്മതിച്ചില്ല. അന്ന് അച്ഛനും അവരുമായിട്ട് 1 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങളായിരുന്നു. ഒടുവിൽ അവർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. ഈ വിവാഹം നടക്കില്ലെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ അന്ന് രാത്രിയിൽ ഹിമ എന്നെ വിളിച്ചു. ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും വേറെ ആരുടെയും മുമ്പിൽ അവൾ തനകുലിക്കില്ലെന്നും പറഞ്ഞ് ഹിമ പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഒപ്പം അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെന്ന് വരെ പറഞ്ഞു. അത്രമേൽ അവൾ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ലെന്നും ഒക്കെ പറഞ്ഞു. ശ്രീഹരി പറയുന്ന കേട്ടിരിക്കുവാണ് മീനാക്ഷി. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്ക് ഒരു രാക്ഷസിയുടെ രൂപമാണെന്ന് അവൾക്ക് തോന്നി. ചിരിച്ചട്ടഹസിച്ച് പെയ്യും പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. ശ്രീഹരിയുടെ വാക്കുകൾക്കായി അവൾ ചെവിയോർത്തു. അച്ഛൻ എന്നോട് പറഞ്ഞു അവളെ നമുക്ക് വിളിച്ചുകൊണ്ടുവരാമെന്ന്. കാരണം അച്ഛനോട് ജയിക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. വിവാഹ ഒരുക്കങ്ങൾ മുറ പോലെ നടന്നു. അവർക്ക് സമ്മതക്കുറവില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ ഞാൻ ഹിമയുടെ കഴുത്തിൽ താലി ചാർത്തി. വളരെ ആഡംബരം നിറഞ്ഞൊരു വിവാഹമായിരുന്നു അത്. പ്രഭാകര മേനോൻ അയാളുടെ പദവിയും അഹങ്കാരവും ഒക്കെ എടുത്തു കാണിക്കുന്ന വിധത്തിലാണ് എല്ലാം സജ്ജീകരിച്ചത്. എല്ലാവരും അതീവ സന്തോഷത്തിലായിരുന്നു. അച്ഛനോടും അമ്മയോടുമൊക്കെ അവർ വളരെ താല്പര്യത്തോടെ സഹകരിച്ചു. അന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ഹിമ ഭയങ്കര കരച്ചിൽ. അവൾക്ക് അവളുടെ അമ്മയും അച്ഛനെയും കാണണമെന്ന്. ഇവളുടെ വിഷമം കണ്ടിട്ട് അമ്മ പറഞ്ഞു, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടേക്ക് പോകാൻ. ഇതുപോലെ പെരുമഴയായിരുന്നു അന്ന്. മഴയായതുകൊണ്ട് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞതാണ്. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ആ നശിച്ച രാത്രിയിൽ ഞാനും അവളുടെ കൂടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നത് ഇവളുടെ മറ്റൊരു മുഖമായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളെന്നെ വെറുതെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. അത് കേട്ട് മിഥുൻ ഭയങ്കര ചിരിയും. എനിക്കൊന്നും മനസ്സിലായില്ല. മിഥുൻ അന്ന് നന്നായിട്ട് മദ്യപിച്ചിരുന്നു. അവൻ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോർക്കാൻ വന്നു. ഞാനതൊന്നും വകവയ്ക്കാതെ ഹിമയെ വിളിച്ച് റൂമിലേക്ക് പോയി. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിരുന്നു. ഇന്നിവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കേണ്ടെന്ന് കരുതി നാളെ ഹിമയോട് ചോദിക്കാൻ ഞാൻ തീരുമാനിച്ചു.
ഞാൻ കിടന്നു കഴിഞ്ഞിട്ടും അവളെൻ്റെ അരികിലേക്ക് വന്നില്ല. 1-2 തവണ ഞാൻ വിളിച്ചപ്പോൾ അവൾ ഫോണിൽ നോക്കിയിരിക്കുന്നു. പിന്നീട് ഞാൻ നിർബന്ധിച്ചതുമില്ല. കല്യാണത്തിൻ്റെ ബഹളങ്ങളൊക്കെ ആയതിനാൽ കുറച്ച് ദിവസമായിട്ട് ഞാനങ്ങനെ ഉറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് കിടന്ന പാടെ ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഇടയ്ക്കെപ്പോഴോ ആരുടെയോ കരച്ചിൽ കേട്ട് കണ്ണു തുറന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അരികിൽ ഹിമയ്ക്ക് പകരം വേറൊരു പെൺകുട്ടി. വിവസ്ത്രയായ അവളെ നോക്കി ഞാൻ അന്തം വിട്ടു. തുടരും.